ഞാനെൻ്റെ ആദ്യത്തെ കല്യാണം എനിക്കിനി വേണ്ട, ഡിവോഴ്സാവാൻ പോവുകയാണ്. ഞാനിപ്പോൾ 4 കൊല്ലമായില്ലേ പിടിപെട്ടിട്ട്. ഇപ്പോൾ കാത്തിരുന്നിട്ട് കാര്യമില്ല തോന്നിപ്പോയി. എൻ്റെ വീട്, എനിക്ക് ഉമ്മയും ബാപ്പയൊന്നുമില്ല. പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ പറയാതിരിക്കും, നല്ലൊരു ഡീസൻ്റായൊരു പയ്യനെ എനിക്ക് കണ്ടെത്തി തരണം പ്രേക്ഷകർ. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, സ്നേഹം, കുറച്ച് മെച്ചുവേർഡായ ഒരാൾ, ഐച്ചും വെയിറ്റുള്ള ഒരാളെ എനിക്ക് കണ്ടെത്തി തരണം നിങ്ങൾ. ഈ യൂട്യൂബറിൻ്റെ ഒരു കുഞ്ഞപേക്ഷയാണ്. എന്താണെന്ന് വെച്ചാൽ മീറ്റ് ഒന്ന് കാണാനോ പോവാനോ ഇഷ്ടപ്പെടാനോ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനോ പറ്റാത്ത, ഓരോ നിമിഷം തകർന്നു പോകുന്ന ജീവിതമാണ് എൻ്റെ ജീവിതം. എനിക്കിപ്പോൾ ഇനി ഒരു വിധവ ആവാനുള്ള മനക്കരുത്തില്ലായിട്ടാണ് മക്കളെ. പക്ഷെ 5 വക്ത് നിസ്കരിക്കാൻ അള്ളാനെ പേടിയുള്ള ആൾ വേണം, കുറച്ച് ഹൈറ്റും വെയിറ്റുള്ള ഒരാൾ വേണം, കുറച്ച് സ്റ്റാൻഡേർഡിൽ സംസാരിക്കണം. എൻ്റെ കണ്ടീഷൻ അതാണ്. ഡോക്ടർമാരെ മാതിരി ലുക്കിലൊക്കെ വേണം. കുറച്ച് സ്റ്റാൻഡേർഡുള്ള ഒരാളാവുമ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് വേണം. സാധാരണക്കാരായാൽ പറ്റില്ല. എനിക്ക് നല്ല മോഡലും കാര്യങ്ങളും. എൻ്റെ ആദ്യ ഭർത്താവ് നല്ല ഡീസൻ്റ് ഉള്ളതൊക്കെ തന്നെ. പക്ഷേ അതിന് ഈ കുട്ടികളും മക്കളും ഉണ്ടാവില്ല. എനിക്ക് ക്യാൻസറുമാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഒത്തിരി ഞാൻ എന്ത് സൗഭാഗ്യം ഉണ്ടായിട്ട് എന്താ കാര്യം? ജീവിതം, നമ്മളെ ഫ്യൂച്ചർ നന്നായി പോയിട്ടില്ലെങ്കിൽ നമ്മളെ ശരീരത്തിലെ പ്രകൃതി അനുസരിച്ചിട്ട് അതിനനുസരിച്ച് ആൾ വേണം, ഹൈറ്റും വെയിറ്റും വേണം. ഡോക്ടർമാർ വന്നായിരുന്നു, അറബിയെ കല്യാണം ആലോചിച്ച് വന്നായിരുന്നു, ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അറബിനെ പേടിയായിട്ട് അറബി നാട്ടിൽ പോയി, അറബികൾ പല അറബികളുണ്ടല്ലോ വിചാരിച്ച് അങ്ങനെയൊക്കെ അറബിക്ക് എൻ്റെ കൂടെ പിന്നെ യൂട്യൂബായിട്ട് കൊണ്ടുനടക്കാനും എഡിറ്റ് ചെയ്യാനും ഒരാളായല്ലോ. എൻ്റെ ജീവിത പങ്കാളി ആയി കിട്ടുന്ന ആളാണെങ്കിൽ ഭാര്യ ഭർത്താവായിട്ട് അഭിനയിച്ചൂടെ, വേറൊരു അഭിനയക്കാരൊന്നും വേണ്ടല്ലോ. അത് ഞാൻ അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ. ഉള്ളിൽ ലുക്ക് വേണം. നമ്മളൊരു ഡോക്ടറായാലും കുഴപ്പമില്ല. നിങ്ങൾ പാവപ്പെട്ട ഡോക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ചോളൂ, കുഴപ്പമില്ല. നമ്മൾ അതുപോലെ സ്റ്റാൻഡേർഡിൽ സംസാരിക്കുന്ന ഒരാളല്ലേ. അതുകൊണ്ട് സാധാരണക്കാരൊന്നും കൊണ്ടുവരാൻ പാടില്ല. കൊണ്ടുവരികയാണെങ്കിൽ നല്ല ഡോക്ടർമാരോ അല്ലെങ്കിൽ നല്ല ഉദ്യോഗസ്ഥന്മാരോ എഞ്ചിനീയർമാരോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ബിസിനസ് എടുക്കുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. നല്ല അന്തസ്സ് വേണം, സ്നേഹിക്കാൻ നല്ല മനസ്സും വേണം. എന്നെ കരീക്കരുത്, അതുള്ളൂ.